ഹായ്, ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മളിവിടെ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലെ സബ്ജക്റ്റിലെ മൊഡ്യൂൾ 4-ലെ അടുത്ത ടോപ്പിക് പഠിക്കാനായിട്ട് പോവാണ്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് നേരെ പ്രസന്റേഷനിലേക്ക് പോവാം. അപ്പോൾ സിലബസിൽ നമ്മൾ കണ്ട പോലെ തന്നെ ടു ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് റീഡ് ടൈപ്പ് ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ, ഇതായിരുന്നു നമ്മുടെ ടോപ്പിക് സിലബസ് ആസ് പെർ സിലബസ്. ഇതിനകത്ത് റീഡ് ടൈപ്പ് അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് റീഡ് ടൈപ്പ് അല്ലെങ്കിൽ മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ എന്ന് പറയുന്ന ഫ്രീക്വൻസി മീറ്ററിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേറൊരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ റെസൊണൻസ് ഫ്രീക്വൻസി മീറ്റർ എന്ന് കൂടെ അതിന് പറയും. ഓക്കെ, ഇലക്ട്രിക്കൽ റെസൊണൻസ് ഫ്രീക്വൻസി മീറ്റർ എന്ന് കൂടെ പറയും. പിന്നെ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ എന്ന് പറയാം. ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിൽ ഇൻഡിക്കേറ്റിംഗ്, ഇന്റഗ്രേറ്റിംഗ്, റെക്കോർഡിംഗ് എന്നിങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ നമുക്ക് നേരിട്ട് കാണിച്ചു തരുന്ന നീഡിലോട് കൂടിയിട്ടുള്ള ഒരു മീറ്ററിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് മീറ്റർ എന്ന് പറയുന്നത്. അതേപോലെയുള്ള നീഡിലോട് കൂടിയിട്ടുള്ള ഒരു ഫ്രീക്വൻസി മീറ്റർ ആണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഫ്രീക്വൻസി മീറ്റർ, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി മീറ്റർ നമുക്ക് ഇങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കാം. അപ്പൊ ഇതിനകത്ത് 45 to 55 വരെ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ നീഡിൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈയിലെ ഫ്രീക്വൻസി എത്രയാണോ അത് നീഡില് പർട്ടിക്കുലർ ഗ്രാജുവേഷനിൽ സ്കെയിലിൽ നമുക്ക് കാണിച്ചു തരും എത്രയാണെന്നുള്ളത്. ഓക്കെ, യൂണിറ്റ് ഹെഡ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മൂവിംഗ് കോയിലിന്റെ സിമ്പിൾ ആണ് കൊടുത്തത്. ഒരു മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഇൻസ്റ്റാളേഷനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കൽ ഇൻസ്റ്റാളേഷനെയാണ് അത് സൂചിപ്പിക്കുന്നത്. പാനലിൽ അത് മൗണ്ട് ചെയ്യേണ്ടത് വെർട്ടിക്കൽ ആയിട്ടാണ് മൗണ്ട് ചെയ്യേണ്ടത് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, പിന്നെ അതിനൊരു കേസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് കവർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന സ്റ്റീലിന്റെ 2 സ്ക്രൂസ് ആണ്. ഈ സ്ക്രൂകളിലാണ് അല്ലെങ്കിൽ നെറ്റ് ബോൾസിലാണ് നമ്മൾ ഏത് സപ്ലൈയുടെ ഫ്രീക്വൻസി ആണ് മെഷർ ചെയ്യേണ്ടത്, ആ വയേഴ്സ് കണക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. പാരലൽ കണക്ഷൻ ആണ് ഫ്രീക്വൻസി മീറ്റർ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇവിടെ ബ്ലാക്ക് കളറിൽ 2 സ്ക്രൂസ് കാണുന്നുണ്ട്, 2 കോർണറിലായിട്ട് 2 സ്ക്രൂസ് കാണുന്നുണ്ട്. അത് മൗണ്ടിങ് അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, അത് വെർട്ടിക്കൽ ആയിട്ട് പാനലിൽ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പാനലിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അതിന് സഹായിക്കുന്ന 2 ഫിറ്റിംഗ്സ് ആണ് ഈ കാണുന്നത്, ബ്ലാക്ക് കളറിൽ കാണുന്നത്. ഇനി നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിന്റെ കൺസ്ട്രക്ഷനും അതോടൊപ്പം അതിന്റെ വർക്കിങ്ങും എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ കൺസ്ട്രക്ഷണൽ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കൺസ്ട്രക്ഷണൽ ഫിഗർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു ലാമിനേറ്റഡ് കോർ ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ ലാമിനേറ്റഡ് കോറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഏരിയ ഈ സൈഡിൽ കുറവും അവിടെ നിന്ന് ഇങ്ങോട്ട് ഗ്രാജുവൽ ഇൻക്രിമെന്റ് ആണ്. ഇവിടെ ഏരിയ കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഏരിയ നമുക്കിവിടെ ഇൻക്രീസ് ചെയ്ത് ഇവിടെ ഏരിയ കുറച്ച് കുറവാണ്, അവിടെ നിന്ന് പോകും തോറും ഏരിയ കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ള ഭാഗത്താണ് നമ്മൾ ഫിക്സ്ഡ് കോയിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, മാഗ്നറ്റൈസിങ് കോയിൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് കോയിൽ എന്ന് പറയുന്ന കോയിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഏരിയ കൂടുതലുള്ള ഭാഗത്താണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇതൊരു സ്റ്റീൽ ലാമിനേറ്റഡ് അയൺ കോർ ആണ്. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം നിങ്ങൾക്കറിയാം അല്ലെ. ലാമിനേഷൻ എന്തിനാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ്. നമ്മൾ AC സപ്ലൈയിലാണ് എന്ത് കണക്ട് ചെയ്യുന്നത്, ഈ മീറ്ററിന്റെ കോയില് കണക്ട് ചെയ്യുന്നത്. അപ്പൊ AC സപ്ലൈ വന്ന ആൾട്ടർനേറ്റീവ് ഫ്ലക്സ് ഉണ്ടാവും, ആൾട്ടർനേറ്റീവ് ഫ്ലക്സിന്റെ എഡ്ഡി കറന്റ്സ് ഉണ്ടാവും, എഡ്ഡി കറന്റ് ലോസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ എഡ്ഡി കറന്റ് ലോസ് മിനിമൈസ് ചെയ്യുക എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ലാമിനേറ്റഡ് കോർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏരിയയിലുള്ള റിഡക്ഷൻ, ഈ ഗ്രാജുവൽ ഇൻക്രിമെന്റിന്റെ കാര്യം എന്താണെന്നല്ല നമ്മൾ വർക്കിംഗ് വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആക്കാം. നെക്സ്റ്റ് വരുന്നതിന് മൂവിംഗ് കോയിലാണ്. ഈ ലൈൻസ് കാണുന്ന ഈ പോർഷൻ ആണ് മൂവിംഗ് കോയിൽ. ഓക്കെ, ഈ മൂവിംഗ് കോയിൽ പിവട്ട് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഒരു പോയിന്റർ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് ഈ പിവട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോയിലിന്റെ 2 എൻഡുകളിലായിട്ട് ഒരു എൻഡ് ഇതാ വരുന്നു, ഒരെൻഡ് ഇത് ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഈ 2 എൻഡുകളിലും കൂടിയിട്ട് ഒരു കപ്പാസിറ്റർ ആണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു കപ്പാസിറ്റർ ആണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ പോയിന്റർ മൂവ് ചെയ്യുന്നത് ഓവർ എ ഗ്രാജുവേറ്റഡ് സ്കെയിൽ ആണ്. ഒരു ഗ്രാജുവേറ്റഡ് സ്കെയിലിന്റെ മുകളിൽ കൂടെയാണ് ഈ പോയിന്റർ മൂവ് ചെയ്യുന്നത്. ഇവിടെ ലോവർ ടു ഹയർ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്രാജുവേഷൻസ് ഉള്ള ഒരു സ്കെയിലാണിത്. ഓക്കെ, ഈ മൊത്തം സെറ്റപ്പ് ആണ് ഒരു കേസിനകത്ത്, ഒരു പ്രൊട്ടക്റ്റിംഗ് കേസിനകത്താണ് ഈ അറേഞ്ച്മെന്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് കൺസ്ട്രക്ഷനിലെ 1 by 1 എന്താണ് മെയിൻ മാറ്റേഴ്സ് എന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് ലാമിനേറ്റഡ് അയൺ കോർ വിത്ത് വേരിയിങ് ക്രോസ് സെക്ഷൻ. അതാണ് ഇവിടെ കാണിച്ചു തന്നത്. വേരിയിങ് ക്രോസ് സെക്ഷൻ. ഇവിടെ ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ കുറവാണ്, ഇങ്ങോട്ട് പോകുന്തോറും ഏരിയ കൂടി വരുന്നു. അതാണ് വേരിയിങ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വേരിയിങ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിക്സ്ഡ് കോയിൽ ആണ്. ഇതിന്റെ മാക്സിമം ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ഭാഗത്താണ് നമ്മൾ ഫിക്സ്ഡ് കോയിൽ. ഇത് ഫിക്സ്ഡ് ആണ്, ഈ കോയിൽ ഫിക്സ്ഡ് ആണ്, മൂവബിൾ അല്ല, ഫിക്സ് ആയിട്ടിരിക്കുന്ന ഒരു കോയിലാണ്. അതിനെ മാഗ്നറ്റൈസിങ് കോയിൽ എന്നും പറയുന്നു. ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇവിടെയാണ്. അപ്പൊ ഈ ഫിക്സ്ഡ് കോയിലിന്റെ രണ്ട് എൻഡുകളാണ് നമ്മൾ ഏത് സപ്ലൈയുടെ ഫ്രീക്വൻസി ആണോ മെഷർ ചെയ്യേണ്ടത് ആ സപ്ലൈയിൽ കണക്ട് ചെയ്യുന്നത് ഈ ഫിക്സ്ഡ് കോയിലിന്റെ രണ്ട് ടെർമിനൽസ് ആണ്. അടുത്തതായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് കോയിൽ വിത്ത് പോയിന്റർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് ഈ ലൈൻസ് കാണുന്നതാണ് മൂവിങ് കോയിൽ. ഒരു പിവറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഒരു പോയിന്ററും അതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് മൂവ് ചെയ്യുന്ന കോയിൽ. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് സ്കെയില്, ഗ്രാജുവേറ്റഡ് സ്കെയിൽ, ലോവർ ടു ഹയർ എന്ന് പറഞ്ഞ് ഞാനിവിടെ പറഞ്ഞു. ഇതിനിവിടെ ഗ്രാജുവേഷൻസ് ഉണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു 45 to 55 ഹെർട്സ് വരെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്കെയിൽ കണ്ടിട്ടുണ്ടാകും. അതുപോലുള്ള ഒരു സ്കെയിലും ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ വരുന്നത് ആൻഡ് എൻക്ലോഷർ. ഇതിനെല്ലാം ഒരു എൻക്ലോഷറിനകത്ത്, ഒരു കവറിനകത്ത് അല്ലെങ്കിൽ ഒരു കേസിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ മെയിൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ വർക്കിങ്ങിലേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വർക്കിംഗ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഫിഗർ ഒന്നുകൂടെ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് നമുക്ക് അതിന്റെ വർക്കിംഗ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഫിക്സ്ഡ് കോയിലാണ് സപ്ലൈയിൽ, ഏത് സപ്ലൈയുടെ ആണോ ഫ്രീക്വൻസി മെഷർ ചെയ്യേണ്ടത് ആ സപ്ലൈയിൽ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്ലൈയിൽ നിന്ന് ഒരു കറണ്ട് ഈ ഫിക്സ്ഡ് കോയിലിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കറണ്ട് ഫ്ലോ ഉള്ളത് കൊണ്ട് തന്നെ ഈ കോയിലിനകത്ത് ഒരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും. ഫൈ എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും. ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫ്ലക്സ് ആയിരിക്കും. ഈ ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈ കറണ്ടിന്, മെയിൻ കറണ്ട് ക്യാപിറ്റൽ I എന്ന് പറയുന്ന കറണ്ടിന് ഇൻ ഫേസ് ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ ഫ്ലക്സ് ഫൈ ഡ്യൂ ടു I വിച്ച് ഈസ് ഇൻ ഫേസ് ആയിരിക്കും അത്. ഓക്കെ, സെയിം ഡയറക്ഷനിലായിരിക്കും. നെക്സ്റ്റ് ഈ ഫ്ലക്സ് കൊണ്ട്, ആൾട്ടർനേറ്റീവ് ഫ്ലക്സ് ഉള്ളതുകൊണ്ട് ഈ മൂവിങ് കോയിലിനകത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, സ്മോൾ ലെറ്റർ E എന്ന് പറയുന്ന ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അത് നിങ്ങൾക്കറിയാം എന്താണ്. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഓൾവേസ് 90 ഡിഗ്രി ലാഗ്സ് ബിഹൈൻഡ് ദ സോഴ്സ്. സോഴ്സിൽ നിന്ന് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് എപ്പോഴും എന്തുണ്ടാവുക, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുക. അപ്പൊ ഇവിടെ സോഴ്സ് എന്താണ്, ഫ്ലക്സ് ഫൈ ആണ്. അപ്പൊ ഇവിടെ EMF E ഡ്യൂ ടു ഫൈ. ഓക്കെ, ഫൈ കാരണം ഉണ്ടായ EMF വിച്ച് ലാഗ്സ് ബൈ 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. ഇനി ഇവിടെ നമ്മുടെ ഒരു കപ്പാസിറ്റർ, മൂവിങ് കോയിലിൽ ഒരു കപ്പാസിറ്റർ വെച്ച് ക്ലോസ്ഡ് സർക്യൂട്ട് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, I എന്ന് പറയുന്ന, സ്മോൾ ലെറ്റർ I എന്ന് പറയുന്ന ഒരു കറണ്ട് ഈ മൂവിങ് കോയിലിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. IM എന്ന് പറയുന്നത് മൂവിങ് കോയിലിന്റെ കറണ്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ IM എന്ന് എഴുതിയിരിക്കുന്നത്. അത് സ്മോൾ ലെറ്റർ I ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഒരു സ്മോൾ ലെറ്റർ I എന്ന് പറയുന്ന ഒരു കറണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. ഇനി അതിന്റെ ഫേസ് ആംഗിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സർക്യൂട്ട് ആണ് അല്ലെങ്കിൽ ഏത് എഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇൻഡക്ടൻസ് ആണോ, ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി ആണോ, കപ്പാസിറ്റീവ് പ്രോപ്പർട്ടി ആണോ, റെസിസ്റ്റീവ് പ്രോപ്പർട്ടി ആണോ, ഏത് പ്രോപ്പർട്ടി ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അതനുസരിച്ചായിരിക്കും അതിന്റെ ഫേസ് ആംഗിൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ആദ്യം ടോർക്ക് ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഡിഫറെന്റ് സർക്യൂട്ട്സിൽ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് അതിന്റെ ടോർക്ക് നോക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ I ഇൻറ്റു സ്മോൾ ലെറ്റർ I ഇൻറ്റു കോസ് 90 പ്ലസ് ഓർ മൈനസ് ആൽഫ. ക്യാപിറ്റൽ I എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോയിലത്തെ കറണ്ട്, ഇത് ഇൻഡ്യൂസ്ഡ് EMF മൂലം ഉണ്ടായിട്ടുള്ള മൂവിങ് കോയിലത്തെ കറണ്ട്, കോസ് 90 പ്ലസ് ഓർ മൈനസ് ആൽഫ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ട് Iയും ഇൻഡ്യൂസ്ഡ് EMF Eയും തമ്മിലുള്ള ഫേസ് ആംഗിൾ ഡിഫറൻസ് ആണ് ആൽഫ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആൽഫ 0 ആണെങ്കിൽ കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ I ഇൻറ്റു 0 എന്ന് പറയുന്നത് ടോട്ടൽ ടോർക്ക് 0 ആയി മാറും. പക്ഷെ ആൽഫ ഉണ്ടെങ്കിൽ എന്താവും, അവിടെ ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഓരോ സർക്യൂട്ടിലും എങ്ങനെ വരണേ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഒരു കറണ്ട്, മെയിൻ കറണ്ട് I എന്ന് പറയുന്ന ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ട് കൊണ്ട് ഒരു ഫ്ലക്സ് ഉണ്ടായി, അത് ഇൻ ഫേസ് ആയിരിക്കും. അപ്പൊ സെയിം ലൈനിൽ ഫൈ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഇനി ഈ ഫൈ കൊണ്ട് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് E എന്ന് പറഞ്ഞിട്ട്, സ്മോൾ ലെറ്റർ E. അത് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ട് സ്മോൾ ലെറ്റർ E ഉണ്ടായി. ഇനി ഒരു എന്താ പറയാ, ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യും. ഓക്കെ, മൂവിങ് കോയിലത്തെ കറണ്ട് സ്മോൾ ലെറ്റർ I എന്ന് പറയുന്നത് ലാഗ് ചെയ്യും. അപ്പൊ അത് ലാഗ് ചെയ്ത് ആൽഫ എന്ന് പറയുന്ന ആംഗിളിലായിരിക്കും ലാഗ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി അതൊരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ എന്തുണ്ടാവും, I എന്ന് പറയുന്നത് ലീഡ് ചെയ്യും. ഓക്കെ, ആൽഫ ആംഗിളിൽ ലീഡ് ചെയ്യും. അത് മാത്രമല്ല, ഇനി അതൊരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിലോ അത് Eക്ക് ഇൻ ഫേസ് ആയിരിക്കും. Eക്ക് ഇൻ ഫേസ് ആയിട്ടാണ് I വരിക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇൻഡക്റ്റീവും കപ്പാസിറ്റീവും പ്രോപ്പർട്ടിയുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലായി.
അപ്പൊ എപ്പോഴാണ് നമുക്ക് ആൽഫ ഇല്ലാണ്ടാവുക? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ് വരുമ്പോഴാണ് നമുക്ക് ആൽഫ ഇല്ലാതെയാവുക. അപ്പോഴാണ് ടോർക്ക് സീറോ ആവുക. അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് ഒന്ന് പോവാം. The torque will be zero only when XL equal to XC. Okay, XL equal to XC ആകുമ്പോഴാണ് നമുക്ക് ടോർക്ക് സീറോ ആവുന്നത്. ഇനി when torque is zero we will get a steady state. ടോർക്ക് സീറോ ആകുമ്പോഴാണ് നമ്മുടെ നീഡിൽ എവിടെയെങ്കിലും ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് നിൽക്കുക. ടോർക്ക് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ടോർക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, ഡിപ്പെൻഡ് അപ്പോൺ ദ സർക്യൂട്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യും. ഇനി എക്സിലും എക്സിയുടെ ഇക്വേഷൻസ് നമുക്കറിയാം. എന്താണ്? എക്സൽ ഈക്വൽ ടു 2πfലും എക്സ് ഈസ് ഈക്വൽ ടു 1/2πfc ആണ്. അപ്പൊ ഈ ഇക്വേഷൻസിനെ റെഫർ ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഈക്വിലിബ്രിയം കണ്ടീഷൻ, അല്ലെങ്കിൽ ടോർക്ക് സീറോ ആവാനുള്ള കണ്ടീഷൻ എക്സൽ ഈക്വൽ ടു എക്സി ആണ്. ഇനി ഫ്രീക്വൻസിയിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിലെ ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ കണ്ടീഷൻ എടുക്കാം. അവിടെ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഡിനോമിനേറ്ററിന്റെ വാല്യൂ കുറഞ്ഞു. ഡിനോമിനേറ്ററിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ എക്സിയുടെ വാല്യൂ ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത്. എക്സിയുടെ വാല്യൂ ഇൻക്രീസ് ആയി. അപ്പോ ഈ ഈക്വൽ ടു എന്നുള്ള ആ കണ്ടീഷനെ അത് ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നോട്ട് ഈക്വൽ ടു ആയി മാറാണ് ചെയ്യുന്നത്. അപ്പോ ടോർക്ക് എപ്പോഴും എന്താ ചെയ്യുക? ടോർക്ക് ഡെവലപ്പ് ചെയ്ത് ടോർക്ക് എപ്പോഴും അത് ഈക്വൽ ആക്കാൻ, ടോർക്കിനെ സീറോ ആക്കാനാണ് നോക്കുക. ഓക്കെ, അപ്പൊ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടുതലാണ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറവാണ്. അപ്പൊ ഇനി ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? അപ്പോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂട്ടിയിട്ട് കപ്പാസിറ്റീവ് റിയാക്ടൻസിനെ ഈക്വൽ ആക്കണം. അപ്പോഴാണ് ടോർക്ക് സീറോ ആയിട്ട് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് കിട്ടുക. അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂട്ടാനായിട്ട് നമ്മുടെ മൂവിങ് കോയിൽ എന്ത് ചെയ്യും? ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിയ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിയ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഈ കൂടിയ ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? പോയിന്റർ ഈ സൈഡിലേക്ക് മൂവ് ചെയ്യും, കോയിൽ അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ പോയിന്റർ ഈ സൈഡിലേക്ക് മൂവ് ചെയ്യും. ഈ സൈഡ് എന്താണ്? ലോവർ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്ത കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മളത് അച്ചീവ് ചെയ്തു. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഫ്രീക്വൻസി കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടി, അപ്പൊ എന്തായി? എക്സിയുടെ വാല്യൂ ഡിക്രീസ് ആവും. എക്സിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ വീണ്ടും ബ്രേക്ക് ആയി. അപ്പൊ ടോർക്ക് ജനറേറ്റ് ചെയ്യും. ടോർക്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോർക്ക് ഇതിന് ഈക്വൽ ആക്കാനാണ് നോക്കുക. അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയ്ക്കാനായിട്ടാണ് നോക്കുക. അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? മൂവിങ് കോയിലെ ക്രോസ് സെക്ഷൻ ഏരിയ കൂടിയ ഭാഗത്ത് നിന്ന് ക്രോസ് സെക്ഷൻ ഏരിയ കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയും. ഓക്കെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയും. അപ്പൊ ഈ കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ പോയിന്റർ ഈ സൈഡിലേക്ക് മൂവ് ചെയ്യും. ഇതോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് പോയിന്റർ. ഇവിടെയാണ് പിവട്ട്. അപ്പൊ ഇത് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഈ പോയിന്റർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇത് ഹയർ സൈഡ് ആണ്. ഓക്കെ, ഫ്രീക്വൻസി ഇൻക്രീസ് ആവുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വർക്കിംഗ് എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് കണ്ടീഷനാണ്. അപ്പൊ ടോർക്ക് സീറോ ആകുമ്പോഴാണ് സ്റ്റഡി സ്റ്റേറ്റ് ആവുന്നത്. ഫ്രീക്വൻസിയിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എക്സൽ ഈക്വൽ ടു എക്സി എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ബ്രേക്ക് ആവുന്നത്. അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് അതിനെ ഈക്വൽ ടു സീറോ ആക്കാൻ, അല്ലെങ്കിൽ എക്സൽ ഈക്വൽ ടു എക്സി ആക്കാനാണ് അത് ശ്രമിക്കുക. അപ്പോഴാണ് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? അപ്പോൾ ഒരു സ്റ്റഡി സ്റ്റേറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിനെ കുറിച്ചുള്ള വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. സംശയമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.